നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേൽ ഇപ്പോൾ ലബനനിലേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഒരു ഡ്രോൺ ആക്രമണമാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ലബനനിൽ നിന്ന് വരുന്ന വാർത്ത, അതായത് ലബനീസ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്, ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ സാധാരണ ജനങ്ങളുടെ വീടുകളും അതുപോലെ തന്നെ മാർക്കറ്റുകളും എല്ലാം തന്നെ ലക്ഷ്യമായിട്ടുണ്ട് എന്നാണ് ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ആക്രമണത്തിന് കാരണമായിട്ട് ഇപ്പോൾ ഇസ്രയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഹിസ്ബുള്ള ലബനനിൽ ആയുധങ്ങൾ രഹസ്യമായി ശേഖരിക്കുന്നുണ്ട്. ലബനനിൽ നിന്ന് ഇനിയൊരു ആക്രമണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇവിടെ പ്രസ്താവനയിലൂടെ പറയുന്നത്. എന്നാൽ ഇത്തരം ഒരു നടപടിക്കെതിരെ ഇപ്പോൾ വിമർശനവുമായി നിരവധി ആൾക്കാരാണ് മുമ്പോട്ട് വരുന്നത്. കാരണം ലബനൻ അവരുടെ പ്രദേശത്താണ് ആയുധങ്ങൾ സംഭരിച്ചു വെക്കുന്നത്. അതിന് ഇസ്രയേലിന് എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിനൊരു ഉദാഹരണമായി അവർ ചോദിക്കുന്നത്, ഇപ്പോൾ ഇസ്രയേൽ തങ്ങളുടെ പ്രദേശത്ത് ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചാൽ അതിനെതിരെ ലബനനിൽ നിന്നൊരു ആക്രമണം ഉണ്ടായാൽ അത് ഇസ്രയേൽ അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. പിന്നെ എന്തിന് ലബനനിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നിരുന്നാലും ഇസ്രയേലിൻ്റെ ഇത്തരം പ്രവർത്തികൾക്കെതിരെ ഇപ്പോൾ നിരവധി പത്രമാധ്യമങ്ങളാണ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ ഇവയേക്കാൾ കൂടുതൽ നമ്മൾ ആശങ്കയോടെ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ഹിസ്ബുള്ള ഇസ്രയേലിൻ്റെ ഇത്തരം ഒരു ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കുമോ എന്നൊരാശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ഹിസ്ബുള്ള മറുപടി കൊടുക്കാനായി മുതിർന്നാൽ അതൊരുപക്ഷെ ഇസ്രയേൽ ലബനൻ മേഖലയിൽ സംഘർഷം വീണ്ടും ഉടലെടുക്കാൻ കാരണമാകും. ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നത്, ഹിസ്ബുള്ളയ്ക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും നൽകുന്നത് അത് ഇറാനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യം ഇസ്രയേലിനും അറിയാം. അതിനാൽ തന്നെ ഇസ്രയേൽ ഇപ്പോൾ ജാഗ്രതയിലാണ് എന്നാണ് അവിടെ നിന്നുള്ള ഇസ്രയേലിൽ നിന്നുള്ള പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ടൈംസ് ഓഫ് ഇസ്രയേലാണ് ഇത് സംബന്ധിക്കുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിൽ പറയുന്നത് ഈ ലബനനിലേക്കുള്ള ഈ ഇസ്രയേലിൻ്റെ ആക്രമണം, അതിലൂടെ നെതന്യാഹു ലക്ഷ്യമിടുന്നത് തൻ്റെ ഇമേജ് അത് മെച്ചപ്പെടുത്താനായിട്ടുള്ളൊരു ശ്രമമായിട്ടും ഇത്തരം പ്രവർത്തികളെ കാണുന്നവരുണ്ട്. കാരണം ഗസയിൽ ഇസ്രയേലിനും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. സമാധാന കരാറിൽ, ഗസയിലെ കാര്യമാണ് പറയുന്നത്, സമാധാന കരാറിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേലും പിന്നീട് സമാധാന കരാറിൽ ഒപ്പിട്ടത് നമ്മൾ കണ്ട ഒരു വസ്തുതയാണ്. അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു ഇമേജ് അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ളൊരു ശ്രമമായിട്ടും ഇത്തരം ഒരു ആക്രമണത്തെ കാണുന്നവരുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം വലിയൊരു സംഘർഷത്തിലേക്ക് മാറുമോ എന്നൊരു ആശങ്കയിലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മേഖല മൊത്തമുള്ളത്. മറ്റൊരു വാർത്ത അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. അതായത് ഗസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അദ്ദേഹം നടത്തിയ ചർച്ചകളുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിലാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഗസയിൽ സമാധാനം പുലരുന്നതിന് വേണ്ടി ഞാൻ ഇസ്രയേലുമായിട്ടും അതുപോലെ തന്നെ ഹമാസുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് കൂട്ടർക്കും പരസ്പരം വിശ്വാസം അത് രണ്ട് കൂട്ടരോടും ഇല്ല. അത് പിന്നെ ഇത്ര വലിയൊരു സംഘർഷം നടക്കുമ്പോൾ പിന്നെ രണ്ട് കൂട്ടർക്കും പരസ്പരം വിശ്വാസം വേണം എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് അത് ലോജിക്കലി അത്ര കറക്റ്റ് അല്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെയാണ് ഞാനിവിടെ കോട്ട് ചെയ്യുന്നത്. ഓരോ വാക്കുകളും അവർ സംശയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. എന്നിട്ടാണ് അദ്ദേഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, ഇതെത്ര കണ്ട് സത്യമാണ് എന്നതിനെക്കുറിച്ച് അത്ര കണ്ടൊരു വ്യക്തതയില്ല. ഇത് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അദ്ദേഹം പറയുന്നത് ഹമാസ് ആയുധം താഴെ വയ്ക്കാൻ തയ്യാറായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഗസയിൽ സമാധാനം അത് ഉറപ്പുവരുത്തണം എന്നൊരു വ്യവസ്ഥയും ഹമാസ് മുന്നോട്ട് വെച്ചു എന്നാണ് അമേരിക്കൻ പ്രതിനിധി ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇത്തരം പ്രസ്താവനയിൽ എത്ര കണ്ട് വാസ്തവമുണ്ട് എന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിപ്രായം രാഷ്ട്രീയ നിരീക്ഷകരെ സത്യത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഹമാസ് ആയുധം താഴെ വയ്ക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അതായത് ഇദ്ദേഹം പറയുന്നതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വാർത്ത
പുറത്തു വരുന്നത്. എന്നാൽ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെടുത്തി യാതൊരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങൾ ഇത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.